ഇന്ന് ഞാൻ കുറച്ച് ചിക്കൻ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ നേരത്തെയൊക്കെ ചിക്കൻ കറി വറുത്തിട്ട് വെക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്കങ്ങനെ ടൈം എടുത്തൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ അതിലുപരി നമ്മൾ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും കൊച്ചു കുട്ടികൾക്ക് കൊടുക്കുമ്പോഴും ഈ ചിക്കൻ നന്നായിട്ട് വേവിച്ചിട്ട് കൊടുക്കാനായിട്ട് നോക്കണം കേട്ടോ. അപ്പോൾ കുറേ നേരം എണ്ണയിലിട്ട് വറുക്കുന്നേക്കാൾ നല്ലത് ഞാൻ വിചാരിച്ചു കുക്കറിലൊന്ന് വിസിലടുപ്പിച്ചിട്ട് കറി വെക്കാമെന്ന്. അപ്പോൾ അങ്ങനെ വെച്ചിട്ടുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ പ്രഗ്നൻ്റൊക്കെ ആയി കഴിഞ്ഞതിൽ പിന്നെ എനിക്ക് ഞാൻ ഇങ്ങനെ പെട്ടെന്നുള്ള കുക്കിംഗ് നോക്കും. അതിലുപരി ചിക്കൻ നന്നായിട്ട് വേവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ കോളി ബാക്ടീരിയാസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ അഫക്റ്റ് ചെയ്യും. അലർജീസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ പല ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാവും. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയാണ് കുക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് വെന്ത് വരുമ്പോഴത്തേക്ക് ഇപ്പുറത്ത് ഞാൻ സവോളയും തക്കാളിയൊക്കെ വഴറ്റി വെച്ചിട്ടുണ്ടാവും. പിന്നെ ചുമ്മാ ഇങ്ങനെ മാങ്ങ ഉപ്പിലിട്ടിട്ട് മുളകൊക്കെ വെച്ചിട്ട് അതും കൂടെ ആക്കി. അത് എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ആക്കിയത്. പിന്നെ ചപ്പാത്തി വാങ്ങിക്കും കേട്ടോ. അത് കുടുംബശ്രീയുടെ ഒക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതൊക്കെ ഉണ്ട്. അത് ഭയങ്കര നല്ലതാണ് കേട്ടോ. അപ്പോൾ അത് വാങ്ങിക്കും. അത് കൊടുക്കണം എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ചോറ് ആയിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ കൃത്യം 8 മണി കഴിഞ്ഞപ്പോഴത്തേക്കും ഫുഡൊക്കെ കഴിച്ചു. എൻ്റെ ചുണ്ടൊക്കെ നന്നായിട്ട് തൊലിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ അത്യാവശ്യം ഹീലായിട്ടുണ്ട്. ഇനി മുടി ഒന്ന് പൊക്കി വെച്ചിട്ട് വേണം കിടക്കാനായിട്ട് കേട്ടോ. അപ്പോൾ സമയം നോക്കിയപ്പോഴത്തേക്കും കറക്റ്റ് 8 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞങ്ങൾ 7:30 ആയപ്പോഴേ ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങിയായിരുന്നു. പല്ലൊക്കെ തേച്ച് ഇനി കുറച്ചൊന്ന് ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത ടാബ്ലറ്റ് കഴിച്ചിട്ട് വേഗം കിടന്നുറങ്ങണം. എനിക്ക് ഉറക്കം വരാൻ നല്ല ടൈം എടുക്കും കേട്ടോ. പക്ഷേ മക്കൾ പെട്ടെന്ന് കിടന്ന് ഉറങ്ങിക്കോളും. അപ്പോൾ ബെഡ്റൂമിലൂടെ ചെന്ന് ബെഡൊക്കെ നോക്കിയപ്പം കമ്പിളിയൊക്കെ എടുക്കുമ്പോൾ തലവണയ്ക്കടിയിലും എല്ലാം ഇങ്ങനെ ഈ ടോയ്സാണ് കേട്ടോ. കാറും അതും ഇതൊക്കെ ആയിരിക്കും ഇട്ടിട്ടുള്ളത്. പിന്നെ എൻ്റെ മൊബൈൽ വെക്കുന്ന ഒരു കൊട്ടയാണ്. ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. സൂപ്പർ സാധനമാണ് കേട്ടോ. നമുക്കത് ചെറിയ കോസ്റ്റേ ഉള്ളൂ, പക്ഷേ നല്ല കട്ടിയിൽ കിട്ടുന്നതാണ്. 3 എണ്ണം കിട്ടുമേ. പിന്നെ കുറച്ച് പച്ചക്കറി, ഇന്ന് ചിക്കൻ ഓർഡർ ചെയ്തപ്പോൾ കുറച്ച് പച്ചക്കറിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഒന്ന് ഫ്രിഡ്ജിലേക്ക് അടുക്കി വെക്കണം.